കാൽപന്തുകളിലെ റെക്കോർഡുകളെല്ലാം ആ ഇടംകാലിന് മുന്നിൽ വഴിമാറി. ഫുട്ബോൾ സാമ്രാജ്യത്തിന്റെ അധിപൻ ലയണൽ മെസ്സിക്ക് ഇന്ന് 39ാം പിറന്നാൾ. ലോകമെമ്പാടുമുള്ള ദശകോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ ഇന്ന് ആ അത്ഭുത പ്രതിഭാസത്തിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ചരിത്രം രചിക്കാൻ ജനിച്ചവർക്ക് നക്ഷത്രങ്ങൾ വഴികാട്ടേണ്ട. റൊസാരിയോയിലെ ആ ബാലൻ മൈതാനത്തേക്ക് നടന്നിറങ്ങിയപ്പോൾ അത് കാൽപന്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദത്തിന്റെ തുടക്കമായിരുന്നു. ശാരീരിക പരിമിതികളെ കഠിനാധ്വാനം കൊണ്ടും പ്രതിഭ കൊണ്ടും മറികടന്ന കുട്ടിക്കാലം. വളർച്ചാ വൈകല്യത്തോട് പോരാടി സ്പെയിനിലേക്ക് വണ്ടി കയറുമ്പോൾ ആരും കരുതിയിരുന്നില്ല അവൻ ചരിത്രം മാറ്റിയെഴുതാൻ പോവുകയാണെന്ന്. പ്രതിരോധ കോട്ടകളെ തകർത്ത മുന്നേറ്റങ്ങൾ, വിസ്മയിപ്പിച്ച മാന്ത്രിക ഗോളുകൾ, ക്ലാസിക് ഡ്രിബ്ലിംഗുകൾ, അസാധ്യമായ ഫ്രീ കിക്കുകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന ഗോളുകൾ. ക്യാമ്പ് നൌവിന്റെ പുൽമൈതാനങ്ങളിൽ മെസ്സിയുടെ ബൂട്ടുകൾ തീർത്ത ബോൾ മായാജാലം കണ്ട് ലോകം കണ്ണുമിഴിച്ചു. സ്റ്റേഡിയങ്ങളിൽ കാണികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ശിരസ് താഴ്ത്തി നമിച്ചു. ലോകമാകമാനം ആ ഫുട്ബോൾ മന്ത്രവാദത്തിന്റെ മായികതയിൽ അലിഞ്ഞു. അവൻ മുന്നേറുമ്പോൾ എതിരാളികളുടെ കോട്ടകൾ പ്രതിരോധ ഭടന്മാരില്ലാത്ത പോലെ ശൂന്യമായി. കോട്ടകൾ നെടുകെ പിളർന്നു. അല്ല, അതൊക്കെ അവൻ തള്ളി തുറന്നു. റെക്കോർഡുകൾ ഒന്നൊന്നായി ആ ഇടംകാലിന് മുന്നിൽ വഴിമാറി. 8 തവണ ബാലൻ ഡിയോർ, കോപ്പ അമേരിക്ക കിരീടം, നേടാവുന്നതെല്ലാം സ്വന്തമാക്കിയിട്ടും ആ കരിയറിൽ ഒരു കുറവ് മാത്രം ബാക്കിയുണ്ടായിരുന്നു. ഒടുവിൽ ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ആ നീലയും വെള്ളയും ജേഴ്സിയിൽ അവൻ ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടു. ലോകം മുഴുവൻ ആ പാദങ്ങളിൽ പ്രണമിച്ച നിമിഷം. ഫുട്ബോളിലെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് ആരെന്ന സങ്കീർണമായ ചോദ്യത്തിന് അവിടെ എന്നേക്കുമായി ഉത്തരമായി. അവൻ റെക്കോർഡുകളെ വേട്ടയാടിയില്ല, റെക്കോർഡുകൾ അവന് പിന്നാലെ വരികയായിരുന്നു എന്നതാണ് സത്യം. ആരോ പറഞ്ഞതുപോലെ ആ വീട്ടിലേക്കെത്താൻ പന്തുപോലും മത്സരിക്കുകയായിരുന്നു. അവന്റെ കാലിൽ ചുംബിച്ച് വലയിലേക്ക് കയറാൻ ഏതു പന്താണ് ആഗ്രഹിക്കാത്തത്? ലോകകപ്പ് നേടിയാൽ എല്ലാമാകും, അവൻ ബൂട്ടഴിക്കും എന്ന് പലരും കരുതി. അവിടെയും ഫുട്ബോൾ പണ്ഡിതർക്ക് തെറ്റി. 4 വർഷങ്ങൾക്കിപ്പുറവും ഫുട്ബോൾ മിശിഹ മൈതാനങ്ങളിലൂടെ പായുകയാണ്. ലോകകപ്പ് ഗോൾ വേട്ടക്കാരുടെ മുന്നിലാണ് ഇപ്പോൾ അവൻ. ഈ ലോകകപ്പ് തുടക്കം തന്നെ ഹാട്രിക്കിലൂടെ. ഗോളൊഴുക്ക് തുടരുകയാണ്. ഖത്തറിൽ ഉയർത്തിയ കപ്പ് ഇത്തവണയും അർജന്റീനയിലേക്ക് പോകുമെന്ന പ്രതീക്ഷകൾ വളരുകയാണ്. ഫുട്ബോൾ മിശിഹ പന്തുമായി പായുമ്പോൾ അതിൽ കുറഞ്ഞത് എങ്ങനെ ആരാധകർ സ്വപ്നം കാണും? കാൽപന്തുകളിയിലെ മാന്ത്രികന് ഫുട്ബോൾ മിശിഹയ്ക്ക് ജന്മദിനാശംസകൾ. നന്ദി മെസ്സി, നീ തന്നതിനൊക്കെ. അനസ്യൂതം തുടരുക കാൽപന്തിലെ വിസ്മയനൃത്തം. സ്പോർട്സ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.